കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ചട്ടുകങ്ങളിലൊന്നായ CAG റിപ്പോർട്ടിലെ PP കിറ്റ് പരാമർശം പൊക്കിപ്പിടിച്ച് കോൺഗ്രസ്സുകാർ പുകമറ സൃഷ്ടിക്കുമ്പോൾ അയലത്തെ അദ്ദേഹത്തിന്റെ ഒരു കണക്ക് കൂടി നോക്കണ്ടേ. CAG കയ്യിലിട്ട് അമ്മാനമാടുന്ന കേന്ദ്ര ഭരണകക്ഷിയാണല്ലോ കോവിഡ് കാലത്ത് കർണാടകം ഭരിച്ചത്. അവർ 2 ലക്ഷം PP കിറ്റുകളാണ് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്തത്. ഇവിടുത്തെ CAGയുടെ ഏട്ടൻ ബാവയോ അനിയൻ ബാവയോ അവിടെയും ഓഡിറ്റ് നടത്തി കാണുമല്ലോ. ആ കണക്ക് നമുക്കൊന്ന് നോക്കാം. 2 കമ്പനികളിൽ നിന്നാണ് ഓർഡർ സ്വീകരിച്ചത്. ഒരു PP കിറ്റിന് $27 നിരക്കിൽ ഒരു കമ്പനിയും $27.72 നിരക്കിൽ മറ്റൊരു കമ്പനിയും കോട്ട് ചെയ്തു. അന്നൊരു ഡോളറിന് 76 രൂപ, അതായത് ഒരു കിറ്റിന് 2100 രൂപ. 2100 രൂപ നിരക്കിൽ കർണാടക സർക്കാർ ഇറക്കുമതി ചെയ്തത് 2 ലക്ഷം കിറ്റുകൾ. കേരളമോ 1,40,000 കിറ്റുകൾ. കേരളം വാങ്ങിയത് വെറും 800 രൂപയ്ക്ക്. അത് തികയാതെ വന്നപ്പോൾ 1,550 രൂപ നിരക്കിൽ 30,000 കിറ്റുകൾ കൂടി വാങ്ങി. കർണാടകം 2 ലക്ഷം കിറ്റിന് 42 കോടി രൂപ ചെലവഴിച്ചപ്പോൾ കേരളം 1,70,000 കിറ്റിന് ചെലവഴിച്ചത് 15,85 ലക്ഷം. ഇനി 30,000 കിറ്റ് കൂടി ചേർത്ത് 2 ലക്ഷത്തിന്റെ കണക്കെടുത്താൽ തന്നെ 2 ലക്ഷം കിറ്റിന് 21 കോടി രൂപയെ ആകുന്നുള്ളൂ. നോക്കൂ, കർണാടകം 2 ലക്ഷം കിറ്റിന് 42 കോടി രൂപയാണ് ചെലവഴിച്ചത്. കേരളത്തിന്റെ ഇരട്ടി തുകയാണ് കർണാടകം ചെലവഴിച്ചതെന്ന ലളിതമായ കണക്ക്. ഈ കണക്ക് CAG ഏമാന്മാർക്ക് ബോധ്യപ്പെടാത്തത് അവിടെ അന്ന് ഭരിച്ചത് BJPയും ഇവിടെ അന്നും ഇന്നും ഇടതുപക്ഷം ആയതല്ലാതെ മറ്റെന്താണ് കാര്യം? CAGയുടെയും BJPയുടെയും കാര്യം വിട്ടുകള. കർണാടകയിൽ അന്നും കോൺഗ്രസ്, ഇവിടെ അന്നും ഇന്നും കോൺഗ്രസ് ആണല്ലോ പ്രതിപക്ഷം. അവിടെ ഇപ്പോൾ ഭരണപക്ഷത്തായിട്ടും എന്താ അന്നത്തെ കിറ്റ് വാങ്ങൽ അഴിമതി അന്വേഷിക്കാത്തത്? ഇവിടെ അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അവിടുത്തെ കണക്ക് പോലും കാണാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ അഴിമതിയെങ്കിൽ അവിടെ നടന്നത് മറ്റെന്താണ്? പ്രിയ പ്രതിപക്ഷമേ, ഇത്തരം ആരോപണ ആഭാസങ്ങളുമായി ഇറങ്ങുമ്പോൾ ഓർക്കുക, ജനം വെഡ്ഡികളല്ലെന്ന്.